യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ 34 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ബിൽഡ് ഇൻ പ്രൊജക്ടറൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. അതുപോലെ തന്നെ ഒരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 34 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ ബിൽഡ് ഇൻ പ്രൊജക്ടർ വരുന്നുണ്ട്. അതും ഓട്ടോ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബിൽഡ് ഇൻ പ്രൊജക്ടറാണ് വരുന്നത്. 150 ലൂമനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ കീ സ്റ്റോൺ കറക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ വലിയൊരു ലൈറ്റ് വരുന്നുണ്ട്. 1100 ലൂമൻ്റെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ 98 dB സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. യു സ്മാർട്ട് കണക്റ്റർ 2.0 ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 25,500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. പൊതുവേ ഫോണുകളിൽ ഇപ്പം 6000-7000 mAh ബാറ്ററിയൊക്കെയാണ് കാണാറ്. അപ്പം അതിനേക്കാളൊക്കെ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിന് ഇതിൽ വരുന്നുണ്ട്. അപ്പം അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ച ഒരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ IP68-69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ റഗഡ് ഫോൺസിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 64 മെഗാ പിക്സൽ ഒരു നൈറ്റ് വിഷൻ ക്യാമറ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, LCD പാനലേ വരുന്നുള്ളൂ. ഈ ഒരു ഫോണ് ഏകദേശം 42,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് AMOLED ഡിസ്പ്ലേ. അതിവിടെ മിസ്സിംഗ് ആണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇത്രയും കൂടുതലുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വെയിറ്റും തിക്നെസ് ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു 42,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 16 GB റാമും 512 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $499.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 42,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൊജക്ടർ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ റഗഡ് സ്മാർട്ട് ഫോണാണ്. നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. വളരെ മെച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോസിറ്റീവ്സ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേയും അതുപോലെ തന്നെ പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ള നെഗറ്റീവും വരുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കൂടുതലുമാണ്. അപ്പോൾ ചില പോസിറ്റീവ്സ് വരുമ്പോൾ ചില നെഗറ്റീവ്സും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും യുലേഫോൺ ആർമർ 34 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലൊരു സ്മാർട്ട് ഫോൺ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ എടുക്കില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് മെയിനായിട്ട് വേണ്ട പെർഫോമൻസും ഡിസ്പ്ലേയും ഈ ഒരു ഫോണിൽ അത്ര മികച്ചതല്ല. അപ്പം പ്രൊജക്ടറിനേക്കാളൊക്കെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങളാണ്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.